ഹായ് ഗൈസ്, എല്ലാവർക്കും കാത്തുള്ളൂരിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് പോകുന്നത് കൂടൽ ദേവി ക്ഷേത്രത്തിലേക്കാണ്. അപ്പം കൂടൽ ദേവി അമ്പലത്തിലെ സപ്താഹമാണ്. അപ്പം നമുക്ക് വീടിൻ്റെ അവിടെ നിന്ന് ഒരു ഓട്ടോ കിട്ടിയായിരുന്നു. ആ ഓട്ടോയ്ക്ക് വന്ന് നമ്മൾ നെടുവൻകാവിൽ ഇറങ്ങി. അവിടുന്ന് പിന്നെ 10 രൂപ പോയിൻ്റേ ഉള്ളൂ. അപ്പം ഞാൻ കാത്തുവിനെ പറഞ്ഞ് നടക്കാമെന്ന്. അപ്പം ഞങ്ങൾ നടക്കുന്ന വഴിക്ക് വാഗമരത്തിൻ്റെ ഒരു പൂ കിട്ടി. അപ്പം കാത്തു പറയായിരുന്നു, അമ്മേ ഇതുകൊണ്ടല്ലേ നഖമൊക്കെ ഉണ്ടാക്കുന്നത്, അങ്ങനെ എനിക്ക് എങ്ങനെ വെക്കുന്നതെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞപ്പം വണ്ടി വരുന്നത് കാരണം ഞാനും പിന്നെ അത് വെച്ച് കൊടുക്കാൻ നിന്നില്ല. വണ്ടി ചീറിപ്പാഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാത്തുകൊണ്ട് ആദ്യമുണ്ട് ഞങ്ങൾ മൂന്നും കൂടാണ് പോകുന്നത്. അപ്പം രാജുവേട്ടന് കണ്ണു പോയാൽ രാജുവേട്ടൻ വീട്ടിൽ കിടക്കുകയാണ്. ഉണ്ടെങ്കിൽ തന്നെ രാജുവേട്ടൻ വരത്തില്ല. അപ്പം പിന്നെ ആരെയും ഞങ്ങൾ വിളിക്കാൻ നിന്നില്ല. അടുത്ത ആരും ചോദിച്ചിട്ടുമില്ല. അമ്മ പിന്നെ ഇച്ചിരി താമസിച്ചേ വരുന്നുള്ളതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ ചെന്നിട്ട് നമുക്ക് കുറച്ച് നേരം അവിടുത്തെ പിന്നെ പൂജയും കാണാം, പിന്നെ അവിടുത്തെ പ്രഭാഷണമൊക്കെ കേൾക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ നടക്കുന്ന ഭാഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകുന്ന വഴിക്കാണ് എനിക്ക് കുടയൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കാത്തുനോട് പറഞ്ഞു, അമ്മ നമുക്ക് അവരോട് പറയാം ഒരു കുട ഇന്നിട്ടാകുമ്പോൾ തിരിച്ചു വരുമ്പോൾ മഴയില്ലെങ്കിൽ തിരിച്ചു കൊടുക്കാമെന്ന്. കുടയും കോട്ടും ഒക്കെ വിൽക്കുന്നുണ്ടായിരുന്നു അവിടെ. അത് ഞങ്ങൾ എടുത്തില്ല വീഡിയോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പം അവിടെ എല്ലാം ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അവിടെ തോട് നിറഞ്ഞു വരുന്നുണ്ട്. ഇന്ന് മഴ കുറവുണ്ടായിരുന്നു, വലിയതായിട്ട് മഴയൊന്നും പെയ്തില്ല. അതുകൊണ്ട് നമുക്ക് നടന്നു പോകാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ പാടായിരുന്നു. മഴ ആയതുകൊണ്ട് ഞാൻ പിന്നെ അമ്പലത്തിൽ പോകാതിരിക്കുമായിരുന്നു. തിരക്കായിരിക്കുമല്ലോ, പിന്നെ മഴയും പിടിച്ച് ദേഹമെല്ലാം നനഞ്ഞു വാരി എങ്ങനെ പോകുമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നേ. അപ്പം ഇന്ന് പോയപ്പോഴാണ് നാളെയാണ് രുക്മിണി സ്വയംവരം നടക്കുന്നത്. അപ്പം ഞാനും കാത്തോടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നാളെ എന്ത് ചെയ്യണോ കാത്തു? ആദ്യമേ പോണല്ലേ. കഴിഞ്ഞ വർഷം എനിക്കായിരുന്നു ആദ്യം സദ്യ കിട്ടിയത്. ഈ പ്രാവശ്യം നമുക്ക് രുക്മിണി സ്വയംവരമൊക്കെ കാണണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണത്തില്ല, നമ്മൾ താമസിച്ചല്ലേ പോയേ. ഈ പ്രാവശ്യം നമുക്ക് പോയി രുക്മിണി സ്വയംവരമൊക്കെ കണ്ട് നമ്മൾ കുചേല വൃത്തമൊക്കെ കണ്ടായിരുന്നു. അത് കണ്ട് കഴിഞ്ഞ പ്രാവശ്യം പോയി. നമ്മൾ നേരത്തെ പോയതുകൊണ്ട് അതൊക്കെ കണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്പലം ശകലോടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അമ്പലമാണ്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലൊക്കെ കാണുന്നതാണ്. അടിപൊളി കുളമുണ്ട്. ഇവര് ചെന്ന ഉടനെ ഓടിപ്പോകുന്നത് കുളത്തിന്റെ അടുത്തോട്ട്. അവിടെ കുറച്ച് ആമ്പലും മീനും ഒക്കെ ഉണ്ട് കുളത്തില്. അപ്പൊ അവർക്കത് കാണാൻ ഏറ്റവും കൂടുതൽ വെറൈറ്റി മീനാണ്. നമ്മള് ചെന്നാൾക്ക് ഇതുപോലെ ഒരു കല്യാണത്തിന് ഞങ്ങൾ പോയപ്പോൾ ഇവര് രണ്ടും ആ കുളത്തിന്റെ വക്കലങ്ങ് കിടക്കും. രണ്ടുപേർക്കും കുളത്തിന്റെ വക്കൽ ഇങ്ങനെ ഇന്ന് ആദ്യം കിടക്കുന്നത് ഞാൻ കാണിച്ചു തരാം. നിക്കുവാന്നോ കിടക്കുവാന്നോ മീനെ കാണാൻ നല്ല രസമാണ്. കാത്തൊക്കെ മുമ്പിൽ പോവാന്നേ. കാത്തുന് എല്ലാം അറിയാവുന്ന പോലെ കാത്തു അങ്ങ് ഫ്രണ്ടിൽ ഓടുകയാണ്. എന്റെ നാട്ടിലെ വണ്ടി എപ്പോഴും വണ്ടി വരുന്ന സ്ഥലമാണ്. വണ്ടിയൊക്കെ എപ്പോഴും ഇഷ്ടം പോലെ വണ്ടിയൊക്കെ വരും. അപ്പം ഞങ്ങൾ അകത്തോട്ട് കയറി പോവുകയാണ് ചെയ്യുന്നത്. അപ്പം എന്താണ് നമ്മുടെ കൂടൽ ദേവി ക്ഷേത്രം. നമുക്ക് അകത്തേക്ക് പോയി അങ്ങനെയാണെന്ന് നമുക്ക് ചെരുപ്പൊക്കെ ഊരിട്ടിട്ട് കയറി പോവാം. ചെരുപ്പല്ല ഊരി ഇതുകൊണ്ട് അവിടെ സിംക്ക് ഇരിപ്പുണ്ട്. എപ്പോൾ വേണമെങ്കിൽ ചടി ഒന്ന് കഴിക്കാം. പിന്നെ നമുക്ക് അകത്തോട്ട് പോവാം. ഇപ്പം കണ്ടാണെങ്കിൽ കാത്തു ഓടിച്ചെന്ന് അവിടെ അങ്ങ് ഇരിക്കും. ഞങ്ങളെയൊന്നും മൈൻഡ് ചെയ്യാതെ കാത്തു ഓടിച്ചെന്നൊരു കസാരയിലങ്ങ് ഇരിക്കും. കാത്തോടി പോവാ. ഞങ്ങൾ വരുന്നതിന് മുമ്പ് കാത്തോടെ ചെന്നിരിക്കും. അതൊരു സീറ്റ് നേരത്തെ പറഞ്ഞ ഫ്രണ്ട് സീറ്റ് കിടപ്പുണ്ട് പോയിരിക്കും. അവിടെ ഇരിപ്പുണ്ട് കിടപ്പുണ്ട്. അപ്പം ഞാൻ പിന്നെ അടിച്ചെന്നിരുന്നു ഇരിക്കാൻ പോവാ. എന്തുമത് വെള്ളമായിരുന്നു കസാരയിലോ. അപ്പം എന്നോട് പറഞ്ഞ ഒരാളല്ല, കരിമണ്ണിലുള്ള രതിയമ്മയായിരുന്നത്. ആരെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ അവിടെ ചെന്നിരുന്ന് കുറച്ച് അടുത്ത കാര്യങ്ങളൊക്കെ കേട്ടിരുന്നു. നല്ലല്ലേ കേൾക്കാന്. അവിടെ എന്താ കൃഷ്ണന്റെ മണ്ടയ്ക്ക് പാലിരിക്കുന്നത്. കൃഷ്ണല്ലേ ഭഗവാന്റെ മണ്ടയ്ക്ക് ഒരുത്തിന് അയ്യപ്പനുണ്ട്. കൃഷ്ണ ഭഗവാന് ഇങ്ങനെ അവന് അയ്യപ്പനെ എനിക്ക് ഇഷ്ടം. അയ്യപ്പന്റെ ഫാനാവാം. നമുക്ക് കുറച്ചു നേരം അവിടെ ഇങ്ങനെ പൂജയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുവായിരുന്നു അവരന്ന്. നല്ല രസമായിരുന്നു അത് കേൾക്കാനൊക്കെ. പക്ഷെ അതിൻ്റെയൊക്കെ വോയിസ് എടുക്കാൻ പറ്റിയില്ല അല്ലേ മേ? വോയിസ് എടുത്തില്ല. അപ്പം വോയിസ് എടുത്തത് കളഞ്ഞ് പിന്നെ വോയിസ് ചിലപ്പോൾ കോപ്പിറൈറ്റ് ഒക്കെ കയറി വരുമോന്ന് പേര്. ആദ്യം കൈയാണ് കേട്ടോ ഇങ്ങനെ ഒറ്റ കാണിക്കുന്നത്. കാത്തു ഞങ്ങളുടെ ഭാഗത്തേ ഇല്ല. കാത്തു കസര ചെന്നിരുന്നു. ഞാനും ആദ്യം ഇടിക്കുന്ന നിൽക്കുകയാണ്. ഇടയ്ക്കും തിരിഞ്ഞു നോക്കുന്നുണ്ട് ഇവരൊക്കെ എവിടേക്ക് പോയോന്നില്ലേ. നോക്കുന്നുണ്ടായിരുന്നോ?
ഞങ്ങൾ തിരിച്ചിറങ്ങി തിരിച്ചിറങ്ങി ഞങ്ങള് വീണ്ടും കഴിക്കാനായിട്ട് പോവാണേ. ഞങ്ങള് സപ്താഹം ഉണ്ണാനായിട്ട് പോവാട്ടോ. കിടക്കുന്നുണ്ടോ? ഞാനിവിടെ നിൽക്കുമായിരുന്നു. ആദ്യമായിരുന്നു അതെ കമന്നിടുന്നത്. ആരെങ്കിലും ഇവിടാണ് നമ്മുടെ ഊട്ടുപുര. അപ്പൊ ഉണ്ണാനായിട്ട് നമ്മൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. നല്ല തിരക്കായിരുന്നു. നമ്മൾ ചെന്നപ്പോ വലിയ തിരക്കൊന്നുമില്ല. ആൾക്കാരൊക്കെ ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പ്രഭാഷണമൊക്കെ കേട്ട് നമ്മള് കുറച്ച് കഴിഞ്ഞപ്പം ചേച്ചി അവിടെ പോയി നിൽക്കാവുന്ന. പെണ്ണുങ്ങളുടെ ഭയങ്കര തിരക്കാ. പിന്നെ ക്യൂ അങ്ങ് കൂടി വരും. പിന്നെ നമ്മൾ അങ്ങ് വെളിയിലോട്ട് നിൽക്കണം. അപ്പം ഇവരെയും കൊണ്ട് നിൽക്കാൻ തന്നെ പാടെ. കാത്തു ആദ്യം ഇങ്ങനെ ഭയങ്കര അടിയായിരിക്കും. എവിടെ ചെന്നാലും രണ്ട് മത്സരമാണ്. ആദ്യം കഴിക്കണ രണ്ടും കൂടെ ആ സൈഡിൽ കയറി നിൽക്കുക. രണ്ടും കൂടെ അടി ഉണ്ടാക്കുവാണ്. ഇവർക്ക് എവിടെ ചെന്നാലും അടി. ആര് നിൽക്കുന്നൊന്നും ഒന്നുമില്ല. അപ്പൊ അടുത്ത് നമ്മ ആദ്യോട് ചോദിച്ചു പേരെന്തോ കുഞ്ഞിന്ന്. എത്രല്ല പഠിക്കും ചോദിച്ചു. വഴക്കാളിയാണോ നീ എത്രല്ല പഠിക്കുന്നേ പേരെന്തോന്ന് ചോദിച്ചപ്പോ അവന് ആദികേശ് രണ്ടിലാ പറഞ്ഞില്ല. കൈ കൊണ്ട് കാണിച്ചു രണ്ടിലാണ്. പേരെന്തുവാ? ഭയങ്കര ഗമയാണ് ഇവന്. അയ്യോ ഗമൻ അങ്ങേറ്റോ. നമുക്ക് കുറച്ചു നേരം ചോറ് കൊടുക്കാനൊക്കെ തുടങ്ങി. അപ്പൊ എല്ലാരും പാത്രം കൊണ്ട് അകത്ത് കയറാൻ തുടങ്ങി. ഇതിനും ഇവിടെ അടിയായിരുന്നു രണ്ടും കൂടെ. പ്ലേറ്റിന് ഞാൻ അമ്മയ്ക്ക് പ്ലേറ്റ് കൊടുത്തത്. നിനക്ക് കിട്ടിയ പാത്രം എനിക്ക് തന്നതാ. നിനക്കത് വേണ്ടാത്തോണ്ട്. അല്ല അമ്മയ്ക്ക് ഞാൻ പ്ലേറ്റ് എടുത്ത് തന്നെ. എന്റെ ഇരുന്ന പാത്രം എന്ത് ചെയ്യുന്നു? അത് ഞാൻ ചോറ് വാങ്ങിച്ചു. നല്ല സാമ്പാറൊക്കെ സാമ്പാറും ചോറും ഒക്കെ അടിപൊളിയായിരുന്നു. ഒരു പൊട്ടുന്നുണ്ട്. പാത്രം തിരിച്ചു പിടിച്ച് പാത്രം തറയപ്പോത്തില്ലായിരുന്നു. അവനോട് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു വേണ്ടാത്ത കറിയൊന്നും മേടിക്കണ്ട. ഇവന് കറിയൊക്കെ മേടിച്ചിട്ട് ഏറ്റവും അവസാനം പറയാം എനിക്കത് വേണ്ടാന്ന് പറയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ടാത്ത മേടിക്കണ്ട, നിനക്ക് ഇഷ്ടമുള്ളത് മാത്രം നീ മേടിച്ചാൽ മതിയെന്ന്. ഇന്ന് സോയാബീൻ ഉണ്ടായിരുന്നില്ലയോ? ആദ്യമായിട്ടാ സപ്താഹത്തിന് സോയാബീന് ഉണ്ട്. ഞങ്ങൾ ഉണ്ണാൻ ചോറൊക്കെ മേടിച്ചോണ്ട് വന്നിരിക്കുക. കല്യാണത്തിനുണ്ടല്ലേ. ആദ്യം കാത്തൂടെ പോയി പായസം ഒക്കെ എടുത്തോണ്ട് വന്ന് പപ്പടം പായസം നല്ലതായിരുന്നു. നല്ല ഊണായിരുന്നു കേട്ടോ. ചില അമ്പലങ്ങളിലൊക്കെ ചെന്ന 2-3 കറിയൊക്കെ തന്ന് മേടിക്കും. പക്ഷെ ഇവിടെ നല്ല കറികളും ഉണ്ടായിരുന്നു. നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒത്തിരി തിളങ്ങുന്നു. പിന്നെ കാത്തൂനെ തിളങ്ങുമായിരുന്നു. എന്റെ ഉടുപ്പിനെ മാത്രമേ തിളങ്ങുന്നുള്ളൂ. തിളങ്ങി കാത്തൂടെ കഴിക്കാൻ തുടങ്ങി. അമ്മയും കഴിക്കില്ലായിരുന്നു. ഞാൻ ആദ്യം നിങ്ങളുടെ എല്ലാം വീഡിയോ എടുത്തിട്ടാ കഴിക്കാൻ തുടങ്ങി. ഞങ്ങളെ പിടിച്ച് വീടെടുത്ത് ഇരിക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു ഗേസ്. കുറച്ച് ആൾക്കാരൊക്കെ ഇരിക്കാനൊന്നുമില്ല. അവിടെ കസാര ഇട്ടാ നിന്ന് കഴിക്കുക എല്ലാരും ചെയ്യുന്നത്. ആദ്യം കഴിക്കുവാണ് അവിടെ ആൾക്കാർ കഴിച്ചിട്ട് ഇറങ്ങി. ഇനി ഞങ്ങൾ വീട്ടിലോട്ട് പോകാനാണ്. ഇനിയപ്പം നമുക്ക് ബസ് 2 മണിക്കേ ഉള്ളൂ നമ്മുടെ വീടിൻ്റെ അവിടോട്ടുള്ള ബസ്. അപ്പം നമ്മുടെ അവിടെ വേറൊരു അമ്മയൊക്കെ ഉണ്ട്. അപ്പം അവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അപ്പം അമ്മയുടെ ഒക്കെ കൂടെ ഞങ്ങൾ തിരിച്ചു പോവാം. കാത്തൂന് എവിടെ ചെന്നാലും ഫ്രണ്ടിൽ ഓട്ടോ. ഞാൻ ഓടുവല്ലായിരുന്നു, നടക്കുകയായിരുന്നു. കളിയാക്കരുത്. നീ കാത്തു 6ലോട്ടാ കേട്ടോ. എല്ലാരും ചോദിക്കും വലിയ ഒരു കൊച്ചായാലും എത്രല്ല പഠിക്കുന്നത്. ഞാൻ വെറും 6ലാണ്. കാത്തു പാവം. കാത്തൂന് 10 വയസ്സേ ഉള്ളെന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വാസം അല്ലല്ലോ. എനിക്ക് നീൽ കൊണ്ടിട്ട് ചോദിക്കരുത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ വന്നിരുന്ന് വീഡിയോ എടുക്കുന്ന ഒരു ഭാഗമാണ്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ്